സ്വർണം ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്ന സിനിമകളിൽ ഉണ്ടാകുന്ന കുറച്ച് എലമെന്റ്സ് ആണ് ബിട്രയൽ, അതുപോലെ തന്നെ റിവെഞ്ച്, അല്ലെങ്കിൽ പണമിടപാട്, അല്ലെങ്കിൽ ഗ്രീഡി, അസൂയ, പിന്നെ അങ്ങനത്തെ പല പരിപാടികളും സ്വർണം ബാക്ക്ഡ്രോപ്പ് ആയിട്ടുള്ള കഥകളിൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയൊരു സിനിമയാണ്, ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള പുതിയൊരു സിനിമയാണ് നമ്മുടെ മോഹസിൻ സംവിധാനം ചെയ്തിരിക്കുന്ന വള എന്ന് പറയുന്ന ചിത്രം. കഠിന കടോരമി അണ്ടകടാഹം എന്ന് പറയുന്ന വളരെ ഇംപ്രസീവ് ആയിട്ടൊരു ഡെബ്യൂ ചെയ്ത ഡയറക്ടറാണ് നമ്മുടെ മോഹസിൻ. ഹർഷദാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ചിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രിമൈസ് ആണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. അതായത് ഭയങ്കര രസമുള്ളൊരു പ്ലോട്ടാണ്. അതായത് ഒരു വള, ദിസ് വള ഇസ് വെരി എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. നല്ല രസമുള്ളൊരു വളയാണ്, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വളയ്ക്ക് ഇസ് എ പ്രോമിനൻറ്റ് ക്യാരക്ടർ ടു ഇൻ ദ മൂവി. ഈ വള പലരുടെ കൈകളിലൂടെ എത്തുന്നു. അത് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ലുക്മാൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, രവീണ രവി, ഇവർക്കിടയിലും ഈ വള എത്തുന്നുണ്ട്. എത്തിക്കഴിഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ വള എങ്ങനെ ഇവരുടെ ജീവിതത്തിനെ മാറിമറിക്കുന്നു അല്ലെങ്കിൽ മാറ്റിമറിക്കുന്നു, ഇതെല്ലാമാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ രസകരമായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മുടെ മോഹസിന് കഴിഞ്ഞിട്ടുണ്ട്, ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ വളരെ രസകരമായിട്ടുള്ള പാട്ടുകളും പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ കുറച്ച് രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും. അപ്പോൾ ആക്ഷൻ പരിപാടികൾ, കരാട്ടെ, അങ്ങനത്തെ പരിപാടികളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പാട്ടുകൾ, ഗോവിന്ദ് സാറെ പാട്ടുകൾ നന്നായിട്ടുണ്ട്. ഗോവിന്ദ് വസന്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊമൈസാണ്. കഥ പറച്ചിൽ ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. അതിങ്ങനെ ഭയങ്കര സ്പീഡൊന്നുമുള്ളതല്ല, ബട്ട് ദെൻ കുറച്ചൊരു പേസൊക്കെ ഇത്തിരി കുറച്ച് മെല്ലെ മെല്ലെ ഒരു തളത്തിലാണെങ്കിലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കുള്ളൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് അല്ല. അതിലെ ക്യാരക്ടേഴ്സൊക്കെ എന്താ പറയുക, ഗ്രീഡിയും, അതായത് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ഈവിളാണ്, ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ചെറിയൊരു കുറച്ചൊരു നെഗറ്റീവ് ആണ്. എല്ലാവരും കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ